പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നിന്ന് പിടികൂടിയ കടുവയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. തൃശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കടുവയെ മാറ്റും. ഷിജോ കുര്യൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിജോ, കടുവയുടെ ആരോഗ്യനില സംബന്ധിച്ച് ആരോഗ്യത്തിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്താണ് തുടർ നടപടി? ദിൽന, ഇന്ന് രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്തമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത്. ഈ പിടികൂടിയ സമയത്ത് കടുവ തീർത്തും അവശനായിരുന്നു. കാരണം നമുക്കറിയാം, ഇന്നലെ പട്ടാപ്പകൽ ഈ ജനവാസ മേഖലയിലേക്ക് കടുവ ഇറങ്ങുകയും അവിടെ ആടുകൾ വളർത്തിയിരുന്ന ആടിനെ അടക്കം പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ആടിനെ പിടിക്കാൻ വേണ്ടി, അതായത് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയും ആ കൂട്ടിൽ ആടിൻ്റെ ഒരു ബാക്കിയുള്ള മൃതദേഹം, ആ ആടിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ആ കൂട്ടിൽ വെക്കുകയും ചെയ്തിരുന്നു. അത് ഭക്ഷിക്കാൻ എത്തിയപ്പോഴാണ് ഈ കടുവ കൂട്ടിൽ അകപ്പെട്ടത്. അതിന് പിന്നാലെ ഈ കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയും അവിടുന്ന് മാറ്റിയിരുന്നു. ഈ കൂട്ടിൽ അകപ്പെട്ടതിന് പിന്നാലെ കടുവ തീർത്തും അവശനാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. എന്നാൽ പിന്നീട് വെറ്റിനറി സർജനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ എത്തി കടുവയെ പരിശോധിച്ചതിന് ശേഷമാണ് കടുവ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നറിയിച്ചത്. കടുവയുടെ ഒരു കണ്ണിന് മാത്രം കാഴ്ച പ്രശ്നമുണ്ട്. മറ്റ് യാതൊരു വിധത്തിലുമുള്ള കുഴപ്പം ഈ കടുവയ്ക്കില്ല. പൂർണ്ണ ആരോഗ്യവാനാണ്. നിലവിൽ കടുവയെ തൃശൂർ പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. രാത്രിയോടുകൂടിയായിരിക്കും മാറ്റുക. കാരണം വെയിലൊക്കെ അടിച്ചുകൊണ്ട് കടുവയ്ക്ക് ചില ക്ഷീണമുണ്ട്. ആ ക്ഷീണമൊക്കെ മാറി രാത്രി വെള്ളമൊക്കെ കൊടുത്ത് തണുപ്പിച്ചതിന് ശേഷം രാത്രിയോടുകൂടി കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വടശ്ശേരിക്കരയിലുള്ള ആളുകളുടെ സ്വൈര്യവിഹാര ജീവിതത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ച കടുവയാണ് ഇന്ന് രാവിലെ വനംവകുപ്പിന്റെ കൂട്ടിൽ അകപ്പെട്ടത്. ഈ കടുവ രാവിലെ അല്പം ക്ഷീണിതനായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കടുവ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നുള്ള വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ വടശ്ശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഈ പറയുന്ന കടുവയുണ്ട്. രാത്രിയോടുകൂടി കടുവയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.